ഇന്ന് മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവർ ഒരു വീട് വാങ്ങിയിട്ട് അങ്ങോട്ട് മാറിയതാണ്. മാറിയിട്ട് അവരവിടെ താമസം തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളാരും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് മാമി ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ മാമി സൺഡേ മാത്രമേ വീട്ടിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു സൺഡേ നോക്കിയിട്ട് ഞങ്ങൾ പോയതാട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തി. നല്ല അടിപൊളി വീടാട്ടോ. അവർ മുമ്പേ താമസിച്ച വീട്ടിൽ മുമ്പിൽ വണ്ടി എത്തില്ലായിരുന്നു. അപ്പോൾ അവർ വണ്ടിയൊക്കെ വീടിൻ്റെ മുമ്പിലെത്തുന്ന വീടൊക്കെ നോക്കിയിട്ട് വാങ്ങിയതാണ്. ഇവിടെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. അവർ മുമ്പ് നിന്ന വീടിനെ അപേക്ഷിച്ച് നല്ല വീടാണേ. ഞങ്ങൾ അവിടെ പോയി ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഇങ്ങനെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തിരിക്കുന്നത് നല്ല നല്ല കാറ്റുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വീണ്ടും കുറേ സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ ഒരു കട്ടനുണ്ട്. മാമി ഇഞ്ചി ഇട്ടിട്ട് ഒരു കട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കട്ടനൊക്കെ കുടിച്ചിട്ട് ഇത് മാമൻ്റെ മോനാട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ എന്നെ എടുക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവനവിടെ ഇവർക്ക് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചിട്ട് കഴിക്കാനേ. അങ്ങനെ ഞങ്ങൾ ഈ ഇഞ്ചി ചായ നല്ല രസമുണ്ട് കേട്ടോ. അതൊക്കെ കുടിച്ച് ഞാൻ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇത് മുക്കത്താണ് കേട്ടോ ഒരു പുതിയ വീടെടുത്തിട്ട് മാറിയത്. അപ്പോൾ മുക്കത്ത് തന്നെയാണ്. ഇളയമേൻ്റെ വീടും അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇളയമേൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഇളയമേൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇളയമേൻ്റെ വീട്ടിലെത്തി. അവിടെ എത്തി. ഇളയമ തീരെ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ വരുന്നത്. അതിൻ്റെ തലേ ദിവസമാണ് ഇളയമ വീട്ടിൽ നിന്ന് പോയത് കേട്ടോ. അങ്ങനെ അവിടെ എത്തി കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ രാത്രിയായി കേട്ടോ. പിന്നെ എല്ലാവരും എന്താ പറയുക ഫുഡൊക്കെ അടിച്ച് ഫുള്ളായതുകൊണ്ട് തന്നെ വേറെ പണിയൊന്നും ഉണ്ടായില്ല. വന്ന് കുറച്ചിരുന്ന് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ